ശ്രീ ഷക്കീർ, ഇപ്പോൾ ഇന്ന് GCDA ചെയർമാനെതിരെ നടന്ന പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം, അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു വന്ന പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിനൊടുവിൽ എടുത്തിരിക്കുന്ന തീരുമാനം, അവിടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. അപ്പോൾ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നു GCDAക്ക് എന്നൊരു സമ്മതിക്കലിലേക്ക് ചെയർമാൻ എത്തുകയാണ്. പക്ഷേ അത് സൈറ്റ് എഞ്ചിനീയറുടെ മാത്രം പിഴവാണ്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ഇവിടെ ഇന്നത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് GCDA ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇന്നത്തെ പ്രതിഷേധം സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ GCDA, ഞാനതിലെ കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളാണ്, പക്ഷേ GCDA എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഇന്ന് വിളിച്ചിരുന്നു. ഞാൻ ചാനലുകളിൽ കാണാൻ സാധിച്ചു. പക്ഷേ എനിക്ക് ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, GCDA ഇതിൽ ഒരു കർശനമായി ഇത് സംഭവിച്ചതിൽ കൃത്യമായി അതിൻ്റെ ചെയർമാൻ പറഞ്ഞ് അതിൻ്റെ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ഇതിനൊരു ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായി നമുക്കറിയാം ഇതിൽ വലിയൊരു വീഴ്ച നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വീഴ്ച നടന്നിട്ടുള്ളത് ഒരു പബ്ലിക് ഫംഗ്ഷന് അതിൻ്റെ സുരക്ഷാ സംവിധാനത്തിൽ വളരെ വലിയ വീഴ്ച നടന്നു എന്നുള്ളത് നമ്മൾ ആ പരിപാടി തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും ഒരേ ഇതുപോലെയാണ് പറയണത്. പറയുകയാണ് ഷക്കീർ, കാരണം GCDA അന്നു മുതൽ തന്നെ ശ്രീ ചന്ദ്രൻപിള്ള പ്രതികരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ സംഘാടകർക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം ഊന്നിയത്. GCDAക്ക് പിഴവേ ഇല്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. കാരണം കൃത്യമായ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് എന്ന്. ഈ കരാറുകൾ കരാറിൽ ഒപ്പിട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധന വേണ്ടേ? അതാരും നടത്തുമെന്നുള്ള ചോദ്യമുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയറുടെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത്? പ്രതിഷേധത്തിനൊടുവിലാണ് ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ടപ്പോഴാണ്. അല്ല, നമ്മളിപ്പോൾ ഈ ചർച്ച എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദൗർഭാഗ്യകരമായി വളരെ വിഷമിച്ച് ഇന്ന് ഒരു MLA അപകടപ്പെട്ട് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. അത് കഴിഞ്ഞ് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമായിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിലവിൽ വരുന്നതെല്ലാം ഒരു GCDA ചെയർമാനായാലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ GCDA സെക്രട്ടറിയും അതിൻ്റെ എഞ്ചിനീയർമാരുൾപ്പെടെ അതിൽ ബന്ധപ്പെട്ടവർ തീർച്ചയായും അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ ഈ സദസ്സിൽ കേരളത്തിൻ്റെ മന്ത്രി ഉണ്ടായിരുന്നു, MLA ഉണ്ടാകുന്നു, MP ഉണ്ടാകുന്നു. ഇവിടെ സാധാരണ രീതിയിൽ ഒരു കമ്മീഷണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് പോലും 3-4 പ്രാവശ്യം വിജിലൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് പോലീസുകാർ വന്ന് അന്വേഷിച്ച് ആ പരിപാടിയെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. ഈ സദസ്സിൽ ADGP ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും പോലീസ് സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോൾ പോലും ആ മന്ത്രി വന്ന് അവിടെ ഇരിക്കുന്നു. അതിൽ പരിപാടികളെല്ലാവരും പങ്കെടുക്കുമ്പോൾ ആ സ്റ്റേജിൻ്റെ അകൽച്ചയും അവിടെ വീഴുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിന് വേണ്ട PWD ആയിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ അന്വേഷണം നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഫയർഫോഴ്സ് അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആംബുലൻസ് തന്നെ ഞാൻ മനസ്സിലാക്കണം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആംബുലൻസ് ആ സമയത്ത് വിളിച്ചു വരുത്തിയതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു അതിൻ്റെ സംഘാടകർ പറഞ്ഞ് ആംബുലൻസ് കരുതിയിട്ടുണ്ട്, വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ ഇതെല്ലാം സുരക്ഷാ സംവിധാനത്തിന് ഭയങ്കരമായിട്ടുള്ള വീഴ്ച വന്നിട്ടുള്ളത് കൃത്യമായി നമുക്കറിയാം. ഇതിൻ്റെ സംഘാടകർ സാമ്പത്തിക കൊള്ള നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പണം പിരിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം വ്യക്തമായി അറിയാവുന്നതാണ്. ആദ്യം ഇവരുടെ സംഘാടകർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നിയമപരമായിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ കൊടുക്കണം. കാരണം കേരളത്തിൽ ഇതുപോലൊരു സംവിധാനം ഇനി ഉണ്ടാകരുത്. ഇവിടെ GCDA ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചെയർമാൻ്റെ അടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിന് ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു പരിപാടി ആയതിൻ്റെ പേരിലായിരിക്കണം അത് കൊടുത്തത്. പക്ഷെ അത് കൊടുത്തതിന് ശേഷം അതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരു ചെയർമാൻ തന്നെ പോയി നോക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ഈ രേഖകൾ, കരാറുകൾ, ഈ പറയുന്ന കരാറുകളൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനം അത് നോക്കുകൂടിയ ചെയർമാൻ വെറുതെ കസേരയിൽ ഇരുന്നാൽ പോരല്ലോ. കാരണം അദ്ദേഹം ഇപ്പോൾ ഇന്ന് പറയുന്നുണ്ട് മൃദംഗ വിഷൻ തട്ടിപ്പ് നടത്തി എന്ന് പറയാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഈ നർത്തകരെല്ലാവരും കൂടി ആ ഫുട്ബോൾ ടർഫിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ ഉയർന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഫുട്ബോൾ ടർഫിലേക്ക് കയറിയിട്ടില്ല. ശരി, അവിടെ ദിവ്യ ഉണ്ണി മാത്രമാണ് ടർഫിൽ കയറിയത്. അപ്പോഴും അവിടെ ഈ സ്റ്റേജ് കെട്ടാനുള്ള അനുമതി ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമുണ്ടല്ലോ. സ്റ്റേജ് വിളക്ക് കത്തിക്കാൻ മാത്രമായിരുന്നു എന്നുള്ള വാദമാണ് സംഘാടകർ നൽകിയത്. പക്ഷേ അങ്ങനെയല്ല, അവിടെ നൃത്തപരിപാടി അടക്കം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ബാക്കിയുള്ളവരുടെ പ്രതികരണങ്ങൾ അറിഞ്ഞ ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം.